ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റെസിസ്റ്റൻസിന്റെ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, അതുപോലെ സീരീസ് പാരലൽ ഇതിന്റെ കോമ്പിനേഷൻ ഇത് എല്ലാം കണ്ടു. അപ്പൊ അതിനകത്ത് വരുന്ന കറന്റ്, വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതെല്ലാം നമ്മൾ കണ്ടു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് പവറാണ്. പവർ നമ്മൾ ഓൾറെഡി വർക്ക് പവർ എനർജി എന്നുള്ള ഒരു ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. എന്നാലും അതിന്റെ തന്നെ ഒരു റിപ്പീറ്റേഷൻ കൂടെ വരുന്നുണ്ട്. പവർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നതിനുള്ള കഴിവ്, കേപ്പബിലിറ്റി, അതിനാണ് നമ്മൾ പവർ എന്ന് പറയാം. ഇറ്റ്സ് ദ കേപ്പബിലിറ്റി ടു ഡു വർക്ക്. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇതാണ് നമ്മൾക്ക് പവർ കണ്ടുപിടിക്കാനായിട്ടുള്ള കോമൺ ഫോർമുല. പിന്നെ ഈ പവർ എന്ന് പറയുന്നത് നമ്മള് പല ടൈപ്പ് പവർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ പവർ ഉണ്ട്, മെക്കാനിക്കൽ പവർ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പവർ വരുന്നുണ്ട്. ഇപ്പൊ ജനറലി നമ്മൾ പവർ എന്ന് പറയുന്നത് ചെയ്ത വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്, കേപ്പബിലിറ്റി ഓഫ് ഡൂയിങ് വർക്ക് അല്ല. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ എന്ന് പറയുന്നത്. കേപ്പബിലിറ്റി ഓഫ് ഡൂയിങ് വർക്ക് എനർജിയാണ്. അത് പറഞ്ഞതിൽ മാറിപ്പോയതാണ്. അപ്പോ നമ്മൾ ആ ചെയ്തിട്ടുള്ള വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ കിട്ടുക. ഇപ്പൊ നോർമലി ഇതിന്റെ യൂണിറ്റ് വാട്ട് ആണ്. പിന്നെ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കിലോ വാട്ട്, മെഗാ വാട്ട് എന്നിങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഇനി ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ പവർ എന്ന് പറയുന്നത് V ഇൻറ്റു I, വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റിയിലെ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറന്റ്. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ ഓംസ് ലോ കൊടുക്കുമ്പോൾ വോൾട്ടേജ് V I ഇൻറ്റു R ആണ് അല്ലെ. അത് നമ്മൾ ഓംസ് ലോയിൽ കണ്ടതാണ്. അപ്പൊ ആ I ഇൻറ്റു R എന്നുള്ളത് നമ്മളിവിടെ വീട് സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ I R ഇൻറ്റു I. അപ്പൊ നമുക്ക് കിട്ടും P is equal to I ഇൻറ്റു I R ഇൻറ്റു I എന്ന് പറയുമ്പോൾ നമുക്ക് I സ്ക്വയർ R. ഇനി I is equal to V ബൈ R ആണ് അല്ലെ. അപ്പൊ ആ ഐയുടെ സ്ഥാനത്ത് നമ്മൾ V ബൈ R എന്ന് കൊടുത്താല്, അപ്പൊ ഇത് ഒരു ഫോർമുല. ഇനി P is equal to V ഇൻറ്റു ഐക്ക് പകരം V ബൈ R എന്ന് കൊടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R. അപ്പൊ P is equal to V സ്ക്വയർ ബൈ R. ഇത് നമ്മുടെ മറ്റൊരു ഫോർമുലയാണ്. അപ്പൊ നമുക്ക് പവറിന് ഈ കാര്യങ്ങൾ നമ്മൾ ഈ വർക്ക് പവർ എനർജി ചാപ്റ്ററിൽ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് അപ്പോ ഇങ്ങനെ 3 ഫോർമുലാസ് ആണ് നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയിൽ വരുന്നത് പവറിന് വേണ്ടിയിട്ട്. വോൾട്ടേജ് ഇൻറ്റു കറന്റ്, അല്ലെങ്കിൽ കറന്റ് സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്, അതുപോലെ വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പൊ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് അറിയാവുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. ഇപ്പൊ വോൾട്ടേജും കറന്റും നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പവർ കാണാനായിട്ട് വോൾട്ടേജിന് കറന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് കറന്റും റെസിസ്റ്റൻസും ആണ് അറിയാവുന്നതെങ്കിൽ പവർ P is equal to I സ്ക്വയർ, കറന്റിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. അതുപോലെ നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് അറിയാവുന്നത് എങ്കിൽ വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വരുന്ന രീതി ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. അപ്പൊ നമുക്ക് തരുന്ന പ്രോബ്ലത്തിൽ, അല്ലെങ്കിൽ വരുന്ന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഏതാണ് അൺനോൺ, അത് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പൊ ഈ 3 ഫോർമുല ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി
ഈ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അത് നമ്മള് കിലോ വാട്ട് അല്ലെങ്കിൽ മെഗാവാട്ട്. കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻3. അതുപോലെ മെഗാവാട്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻6. അത് അത്രയും വലിയ പവർ കൺസംഷൻ വരുന്ന കേസുകളിലായിരിക്കും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കിലോ വാട്ട്, മെഗാവാട്ട് ഇതെല്ലാം. ഇപ്പൊ നമ്മള് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലൊക്കെ കിലോ വാട്ട്, മെഗാവാട്ട് റേഞ്ചിലായിരിക്കും അതായത് പറയാം. അപ്പൊ ഈ പവറിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട്. അത് ഹോഴ്സ് പവറാണ്. ഹോഴ്സ് പവർ നമ്മള് രണ്ട് രീതിയിൽ സാധാരണ നമ്മളൊരു ബൾബിന്റെ അല്ലെങ്കിൽ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഗൃഹോപകരണങ്ങളുടെയൊക്കെ പവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടില് പറയാം. പക്ഷെ അത് വലിയ വലിയ ഉപകരണങ്ങൾ, കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരുമ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോഴ്സ് പവർ ആണ്. ഈ ഹോഴ്സ് പവർ നമുക്ക് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. മെട്രിക് ഹോഴ്സ് പവർ, അത് ഈക്വൽ ടു 735.5 വാട്ടാണ്. അതുപോലെ ബ്രിട്ടീഷ് ഹോഴ്സ് പവർ വരുന്നുണ്ട്. വാട്ട്. ഇത് രണ്ടുമാണ്. അതായത് ബേസിക്കലി ഹോഴ്സ് പവർ ആണ് ഈ പവറിന്റെ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ്. അതിന്റെ കൺവേർഷൻ വരുന്നത് എങ്ങനെയാണ്? അത് മെട്രിക് ആണെന്നുണ്ടെങ്കിൽ 735 ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ട്. അതുപോലെ ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ ഫ്ലൂറസെന്റ് ലാമ്പ് ഓഫ് 40 വാട്ട് takes a current of 0.16 ampere, then what's the voltage? ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ്, ഫ്ലൂറസെന്റ് ലൈറ്റ്, അതിന്റെ പവർ എന്ന് പറയുന്നത് 40 വാട്ടാണ്. അത് 0.16 ആംപിയർ ആണ് അത് കൺസ്യൂം ചെയ്യുന്ന കറണ്ട്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ P is equal to 40 വാട്ട്, കറണ്ട് I is equal to 0.16 ആംപിയർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ വോൾട്ടേജ് എത്രയാണെന്നാണ്. എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 40 വാട്ട് ലാമ്പ് 1.16 ആംപിയർ കറണ്ട് കൺസ്യൂം ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? അപ്പൊ പവർ P is equal to 40, I is equal to 0.1. അപ്പൊ P is equal to ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് കറണ്ടും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കറണ്ടും വോൾട്ടേജുമാണ്. അപ്പൊ P is equal to V into I. അതിൽ നമുക്ക് P അറിയാം, I അറിയാം, V ആണ് അറിയാത്തത്. അപ്പൊ V is equal to P by I, ഈ ഒരു ഫോർമുല ആയിരുന്നു. അപ്പൊ P is equal to 40 divided by I എന്ന് പറയുന്നത് 0.16. അപ്പൊ 40 വാട്ട് ഡിവൈഡഡ് ബൈ 0.16 ആംപിയർ. അപ്പൊ 40നെ 0.16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 250 വോൾട്ട് ആണ്. അപ്പൊ ഈ 40 വാട്ട് ലാമ്പ് 250 വോൾട്ടിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് 1.16 ആംപിയർ കൺസ്യൂം ചെയ്ത് അത്രയും കറണ്ട് കൺസ്യൂം ചെയ്ത് ഈ 40 വാട്ടിൽ അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 250 വോൾട്ട്. വേറെ ഒരെണ്ണം ഒന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, വാട്ട് ഈസ് ദ മാക്സിമം കറന്റ് ക്യാരിയിങ് ഓഫ് എ റെസിസ്റ്റർ marked 800 ohm and 50 watts carrying capacity ആണ്. ഓം റെസിസ്റ്റൻസും 50 വാട്ട് പവർ റേറ്റിംഗുമുള്ള ഒരു റെസിസ്റ്ററിന്റെ
കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കറന്റും റെസിസ്റ്റൻസും ആണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് P is equal to 50 വാട്ട്, അതുപോലെ R is equal to 800 ഓം. ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്, മാക്സിമം കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോ P is equal to I square R. ഈ ഫോർമുലയാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് I square കാണാനായിട്ട് P by R. So that is equal to 50 by 800. 50ന് 800 ഉണ്ട്, അതായത് പവർ 50 വാട്ട്, അതിന് റെസിസ്റ്റൻസ് 800 ഓം. അതോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ടിന്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഇക്വൽ ടു 0.0625 ആംപിയർ. അപ്പൊ I ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 0.0625, ദാറ്റ്സ് ഈക്വൽ ടു 0.25 ആംപിയർ. ഇതാണ് ആൻസർ. നമുക്ക് ആദ്യം കിട്ടുന്നത് P is equal to I square R എന്നുള്ള ഫോർമുല നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് I square is equal to P by R. അപ്പൊ P നമുക്കറിയാം, പവർ 50 വാട്ട്, റെസിസ്റ്റൻസ് R is equal to 800 ഓം. അപ്പൊ അത് നമുക്ക് 0.0625 ആംപിയർ കിട്ടും. അപ്പൊ കറണ്ട് I എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്, കാരണം I സ്ക്വയർ ആണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അപ്പൊ I എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് 0.0625, that's equal to 0.25 ആംപിയർ. എനർജിയാണ്. എനർജിയും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വർക്ക് പവർ എനർജിയുടെ ചാപ്റ്ററിൽ കണ്ടതാണ്. എനർജിയാണ് കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പവർ ഇൻടു ടൈമാണ്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു തന്നിരിക്കുന്ന ടൈമില് അത് കൺസ്യൂം ചെയ്യുന്നതായിട്ടുള്ള പവർ, ആ പവറിന്റെയും കൺസ്യൂം ചെയ്യുന്ന പവറിന്റെയും അതിന് വേണ്ടി എടുത്തിട്ടുള്ള സമയത്തിന്റെയും പ്രോഡക്റ്റ് ആണ് ഈ എനർജി എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു P ഇൻറ്റു ടി. അതാണ് എനർജി എന്ന് പറയുന്നത്, അതായത് പവറിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ്. ഇപ്പോ ഇതിന്റെ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ജൂള്. ഒരു ജൂള് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 1 വാട്ട് പവർ കൺസ്യൂം ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് 1 ജൂള് എന്ന് പറയുന്നത്. അത് ഇതിന്റെ കോമൺ യൂണിറ്റ് ആണ്. പിന്നെ ഇതിന് നമ്മൾ സാധാരണ നമ്മൾ ഈ പവർ എനർജി പറയുമ്പോൾ നമ്മൾ 1 യൂണിറ്റ് 2 യൂണിറ്റ് അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാസം 100 യൂണിറ്റ് കൺസ്യൂം ചെയ്തു, 200 യൂണിറ്റ് കൺസ്യൂം, അങ്ങനെ യൂണിറ്റ് എന്നാണ് പറയുന്നത്. അത് ബോർഡ് ടു ട്രേഡ് യൂണിറ്റ് BTU എന്ന് പറയും. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറയുന്നത് അത് കിലോ വാട്ടിലാണ് പറയുന്നത്. 1 മണിക്കൂറിൽ 1 കിലോ വാട്ട് പവർ കൺസ്യൂം ചെയ്യുമ്പോഴുണ്ടാകുന്ന എനർജിയാണ് 1 കിലോ വാട്ട് അവർ. അതാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് സെക്കൻഡ് ആണ്. അത് 1 ജൂള്. 1 സെക്കൻഡിൽ 1 വാട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് 1 ജൂള്. അതേപോലെ 1 മണിക്കൂറിൽ 1 കിലോ വാട്ട് പവർ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് 1 യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു മെഷർമെന്റ് ബേസ്. ഇലക്ട്രിസിറ്റിയിൽ ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ്, ചാപ്റ്ററിൽ കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്നത്തേക്ക് ഇത് മതി. താങ്ക് യു.